ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മാത്സിലെ 8ാമത്തെ പാഠഭാഗമായ ടിക് 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 എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയാണോ? ഇവിടെ എന്താണ് ഈ ടിക് 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 എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ നോക്കൂ. ഇറ്റ്സ് 3 o'clock നൗ. എന്താണ്, ഇപ്പോൾ 3 മണിയാണ്. ദ ഷോ സ്റ്റാർട്ട്സ് അറ്റ് 4. എന്താണ്, ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിക്കാണ്. റൈറ്റ്, എന്താണ്, ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എന്താണ് ക്ലോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ക്ലോക്ക് അടിക്കുന്നത് എങ്ങനെയാണ്, ടിക് 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 എന്ന സൗണ്ടോട് കൂടിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സൗണ്ടാണ് ഇവിടെ കൂട്ടുകാർക്ക് ഇവിടെ ഈ ചാപ്റ്ററിൻ്റെ പേരായിട്ട് തന്നിട്ടുള്ളത്, ടിക് 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 എന്ന സൗണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഇവിടെ ഒരു ഫാമിലി എങ്ങോട്ട് പോവുകയാണ്, എന്തോ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഷോ? ടു ദ സർക്കസ് ടെൻറ്റ്. സർക്കസ് കാണാനാണ് അവർ പോകുന്നത്. സർക്കസ് എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം അല്ലേ, സർക്കസിനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സർക്കസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും ഈ കൂട്ടുകാർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോ ടൈം കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർനൂൺ 1 PM ടു ഈവനിങ് 4 PM ആൻഡ് 7 PM. ഈ സമയങ്ങളിലൊക്കെയാണ് ഇവിടെ ഷോ നടക്കുന്നത്. ഇനി ഇവിടെ താഴെ നോക്കൂ, സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേ. ഹോളിഡേയിലുള്ള സ്പെഷ്യൽ ഷോ ഏതൊക്കെയാണ്? മോർണിംഗ് 10 മണിക്കുണ്ട്, അതുപോലെ തന്നെ എത്ര മണിക്കുണ്ട്? നൈറ്റ് 11 മണിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ഷോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, സീ ദ സർക്കസ് ടെൻറ്റ്. ആ ടെൻറ്റ് നോക്കാനാണ്. ലുക്ക് അറ്റ് ദ ഷോർട്ട് ടൈം. എന്നിട്ട് ആ ഷോർട്ട് ടൈം നിങ്ങളുടെ അടുത്തൊന്ന് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതൊക്കെ ഷോർട്ട് ടൈം എപ്പോഴൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഷോർട്ട് ടൈം നമുക്ക് ഇവിടെ കാണിച്ചിട്ട് ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, വാട്ട് ടൈം ഡു ദ ഷോ സ്റ്റാർട്ട് ഓൺ എ വീക്ക് ഡേ. വീക്ക് ഡേയിൽ എപ്പോഴാണ് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര മണിക്കാണ് കൂട്ടുകാരെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടെ പറയുന്നുണ്ടല്ലേ എപ്പോഴാണ്? ആഫ്റ്റർനൂൺ 1 PM. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? 1 PM. 1 PM എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ ആണ്, PM എന്ന് പറയുന്നത്. 1 PM സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അറ്റ് വാട്ട് ടൈംസ് ആർ ദ സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേ. ഹോളിഡേയിൽ എപ്പോഴൊക്കെയാണ് സ്പെഷ്യൽ ഷോസ് ഉള്ളത്? എത്ര മണിക്കൊക്കെയാണ്? ഒന്ന് നൈറ്റ് അല്ലേ, 10 AM, മോർണിംഗ് 10 മണിക്കും അല്ലേ, 10 AM. അതുപോലെ തന്നെ പിന്നുള്ളത് എപ്പോഴാണ്? 11 PM. ഈ 2 സമയത്താണ് ഹോളിഡേയ്സിൽ ഷോസ് ഉള്ളത്. ഇനി ഹൗ മെനി ഷോസ് ആർ ദർ ഇൻ ഓൺ എ ഹോളിഡേ. ഹോളിഡേയിൽ എത്ര ഷോസ് ഉണ്ട്? 2 എണ്ണമാണ് അല്ലേ. രാവിലെ 10 മണിക്കും രാത്രി 11 മണിക്കും. അപ്പോൾ 2 ഷോസ് മാത്രമാണ് ഉള്ളത്. ദെൻ റൈറ്റ് ഓൾ ദ ഷോസ് ടൈം ഓൺ എ ഹോളിഡേ ഇൻ എ കറക്റ്റ് ഓർഡർ. ഹോളിഡേയിൽ ഏതൊക്കെ സമയങ്ങളിലാണ് ഷോസ് നടക്കുന്നതെന്ന് കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോളിഡേയിൽ ഏതൊക്കെ സമയത്താണ്? നോർമൽ ഡേയുടെയും ഉണ്ടാവും, അതുപോലെ തന്നെ സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ രാവിലെ 11 മണിക്ക് ഉണ്ടാവും അല്ലേ. രാവിലെ 1 മണിക്ക് ഉണ്ടായിരിക്കും അല്ല, രാവിലെ 10 മണിക്കുള്ളതുണ്ടായിരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും, 1 PM ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചകത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് അല്ലേ, ഈവനിങ് 4 മണിക്കുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 7 മണിക്കുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 മണിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹോളിഡേയിൽ ഉണ്ടാകുന്ന ഷോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് ആക്ട് ഔട്ടാണ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് യു ഡു ഡെയിലി അറ്റ് വാട്ട് ടൈംസ് ഡു യു ഡു ദം. എന്താണ്, നിങ്ങൾ ഒരു ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്. നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് എണീക്കുക? ഒരു 6 മണിക്കൊക്കെ എണീക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ 6 ആണ് എഴുതേണ്ടത്. 6 മണിക്ക് നിങ്ങൾ എണീക്കും. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. ബ്രഷ് ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങൾ ചെയ്യുക? 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 6:10 അല്ലേ, ഒരു 6:10 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യും. 6:10 ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ബാത്ത് ചെയ്യാം അല്ലേ. അപ്പോൾ ബാത്തിങ് എപ്പോഴായിരിക്കും ഇവിടെ എഴുതുക? ബാത്തിങ് എപ്പോഴാണ്? ബാത്തിങ് നിങ്ങളൊരു എന്താ പറയുക, ഒരു 6:30 ആകുമ്പോൾ കുളിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നു അല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എഴുതേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്? ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊരു 7 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ പഠിക്കുന്നു അല്ലേ. അപ്പോൾ സ്റ്റഡി ടൈമാണ് അടുത്തത്. സ്റ്റഡി എപ്പോഴാണ്? ഒരു 7:15 സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഇടുന്നു. അപ്പോൾ ഇവിടെ യൂണിഫോം എപ്പോഴാണ് ഇടുക? ഒരു
ഒരു 8 മണിക്ക് യൂണിഫോം ഇടുന്നു. അത് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നു. ഗോയിങ് ടു സ്കൂൾ എപ്പോഴാണ്? ഒരു 8:30 ആകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്നു. ഗോയിങ് ടു ബെഡിലേക്ക് എപ്പോഴാണ് പോവുക? 10 മണിയാകുമ്പോൾ നിങ്ങൾ കുളിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ സമയത്തും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളാണ് ഇവിടെ കറക്റ്റായിട്ട് എഴുതേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുക. ഇനി അതുപോലത്തെ ഇനാക്ട് ദ ആക്ടിവിറ്റീസ് യു ഡു അറ്റ് ഈച്ച് ഓഫ് ദ ടൈംസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഇനാക്ട് ചെയ്യാൻ, അഭിനയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 7 in the morning രാവിലെ 6 മണിക്ക് എന്ത് ചെയ്യുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് എന്ത് ചെയ്യുന്നു, രാവിലെ 7 മണിക്ക് എന്ത് ചെയ്യുന്നു, വൈകുന്നേരം 4 മണിക്ക്, 10 മണിക്ക് രാവിലെ, 9 മണിക്ക് രാത്രി, ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി താഴേക്ക് പോകാം നമുക്ക്. വാട്ട്സ് എ ടൈം എന്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്? ദ ക്ലോക്ക് ഷോസ് ദ ടൈം വെൻ താൻവീസ് ക്ലാസ് സ്റ്റാർട്ടഡ്. താൻവിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദ ഹവർ ആൻഡ് ഈസ് 10 ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് ഈസ് 12. ഇവിടെ ഹവർ ആൻഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ നോക്കൂ, ഈ കോഴി ഹെന്ന് പറയുന്നുണ്ട് ദ ഷോർട്ട് ഹാൻഡ് ഈസ് ദ അവർ ഹാൻഡ്. അപ്പോൾ ഇതാണ് ഇതിലെ ഷോർട്ട് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഹവർ ആൻഡ് ആണ്. ഹവർ. അപ്പോൾ ഷോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹവർ ആൻഡ് ആണ്. ദെൻ ലോങ് ഹാൻഡ് ഈസ് ദ മിനിറ്റ് ഹാൻഡ്. ഇതാണ് ലോങ്. ഇതെന്താണ്? ലോങ് ഹാൻഡ് എന്ന് പറയുന്നത് മിനിറ്റ് ഹാങ് ആണ്. അത് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓക്കെ 12 to 1 ഇതുവരെയുള്ള ഈ ഒരു ഇത് പറയുന്നത് 5 minutes ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 minutes ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 minutes, ഇങ്ങോട്ട് 5 minutes, അങ്ങനെ എല്ലാ നമ്പേഴ്സിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 minutes ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് മൊത്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 കൂട്ടി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇത് 60 minutes ആയിട്ട് മാറും. അഥവാ 60 minutes എന്ന് പറയുന്നത് 1 hour ആണ്. 1 hour ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ എന്താണ് ചെറിയ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് 10ലാണ്. അപ്പോൾ ഇത് ഈ ബിഗ് 12ലും എത്തുമ്പോൾ ഇവിടെ ഈ കറക്റ്റ് സമയമായിരിക്കും ഉണ്ടായിരിക്കുക. ഐ മീൻ 10 മണിയാണ് സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്നുള്ളത് നമ്മൾ സമയം നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അത് മോർണിംഗ് ആയിരിക്കും അല്ലേ, AM ആയിരിക്കും. വൈകിട്ടാണെങ്കിൽ PM ആയിരിക്കും. മോർണിംഗ് നമ്മൾ എന്ത് പറയുന്നു? മോർണിംഗ് നമ്മൾ AM എന്ന് പറയുന്നു. ഈവനിങ് ഈവനിങ് നമ്മൾ PM അല്ലെങ്കിൽ നൈറ്റിനൊക്കെ PM എന്ന് പറയുന്നു. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. അടുത്തതായിട്ട് വിസിറ്റിംഗ് ഗ്രാൻഡ്മയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. താൻവ ആറിൻറ്റ് വി വിസിറ്റ് ഗ്രാൻഡ്മാസ് ടുമോറോ മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി. എന്താണ്? നമ്മൾ നാളെ ഗ്രാൻഡ്മയെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കണമെന്ന് പറയാണ്. ദെൻ ഗ്രേറ്റ് വി ക്യാൻ സി ഗ്രാൻഡ്മ ടുമോറോ. നമുക്ക് ഗ്രാൻഡ്മയെ നാളെ കാണാമെന്ന് പറയാണ്. ഹായ്, എനിക്ക് ഗ്രാൻഡ്മയെ നാളെ കാണാം. താൻവി വേക്കപ്പ് ഏർലി. ദ ടൈം വെൻ താൻവി വോക്കപ്പ്. എന്താണ്? താൻവി എഴുന്നേറ്റ സമയമാണ് ഈ ക്ലോക്കിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ താൻവി എപ്പോഴാണ് എണീറ്റിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടത്. ഇവിടെ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് 6ലാണ് അല്ലേ, അപ്പോൾ സമയം എന്ന് പറയുന്നത് 6 ആണ്. ഇനി ബിഗ് ഹാൻഡ് ലോങ് ഹാൻഡ് എന്ന് പറയുന്നത് 12ലാണ്. 12 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 60 മിനിറ്റ് ആണ്, അഥവാ കറക്റ്റ് സമയമായിരിക്കും. അപ്പോൾ താൻവി എണീറ്റിട്ടുള്ളത് എപ്പോഴായിരിക്കും? 6 o'clock താൻവി എണീറ്റിട്ടുള്ളത്. 6 മണിക്കാണ്. ഓക്കെ, ഇനി താഴെ നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്താണ്? വാട്ട്സ് എ ടൈം നൗ. ഇപ്പോഴുള്ള സമയം നമുക്ക് നോക്കണം. ദ ഹവർ ആൻഡ് ഈസ് മിഡ് വേ ബിറ്റ്വീൻ 7 and 8. ദ മിനിറ്റ് ഹാൻഡ് ഈസ് 6. ടൈം ഈസ് 30 past 6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമയം നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഈ ക്ലോക്ക് നോക്കുക. ഇവിടെ എത്രയാണ്? ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് 8ൻ്റെയും 7ൻ്റെയും ഇടയിലാണ് അല്ലേ, ഇവിടെയാണ്. അപ്പോൾ ഇവിടെ സമയം എന്ന് പറയുന്നത് 7 തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ക്ലോക്കാണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താ പറയുക 7, ഇത് 8. അപ്പോൾ ഇവിടെയാണ് സൂചി ഹാൻഡ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ എത്രയായിരിക്കും? സമയം എന്ന് പറയുന്നത് 7 തന്നെയായിരിക്കും. 8 ആവണമെങ്കിൽ അത് എങ്ങോട്ട് പോകണം? അത് തൊട്ടടുത്തുള്ള ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് 8 എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ 8ലേക്കായിരിക്കണം, ഇങ്ങോട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 8 എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 7 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് ബിഗ് ആണല്ലേ. ബിഗ് അഥവാ ലോങ് ഹാൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്? 6ലാണ്. ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്. അപ്പോൾ ഇത് 6ലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇവിടെ 12 ആണല്ലേ. അപ്പോൾ ഇവിടെ 1 ഉണ്ടായിരിക്കും, 2 ഉണ്ടായിരിക്കും, 3 2 1 3 4 5. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കുക. ഇവിടെ 5 + 5 + 5 + 5 + 5 എത്രണ്ണായി?
+5 ഇങ്ങോട്ടെത്തുമ്പോൾ എത്രയാണ് 5 5s ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 5 5 5 10 15 20 25 30. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ഓക്കെ, 30 മിനിറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സമയം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 7 ആണെന്ന് പറഞ്ഞു അല്ലേ. ഇത് 7 ആണെന്ന് പറഞ്ഞു, അതിൻ്റെ കൂടെ 30. അപ്പോൾ 7:30 ആണ് സമയം എന്ന് പറയുന്നത്. ഓക്കെ, 7:30. ഓക്കെ, 7:30 എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കൂ, ദ മിനിറ്റ് ഹാൻഡ് ടേക്ക് 60 മിനിറ്റ്സ് ഫോർ 1 റൊട്ടേഷൻ, ദാറ്റ് ഈസ് 1 hour. നമ്മൾ പറഞ്ഞു 60 മിനിറ്റ് എന്താണ് 1 hour ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വി ക്യാൻ ഓൾസോ സേ 7:30. ഇതെന്താണ്? ഇത് നമുക്ക് 7:30 അല്ലെങ്കിൽ +7 എന്ന് പറയാം. ഓക്കെ, 7:30 എന്ന് പറയാം. ഓക്കെ, 7ൻ്റെ കൂടെ ഹാഫും കൂടെ പാസ് ചെയ്തിട്ടുണ്ട്, അഥവാ 7:30 എന്ന് പറയാം. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ മലയാളത്തിൽ 7:30 എന്ന് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ 7:30 എന്ന് പറയുന്നത്. ഇനി താഴേക്ക് നോക്കാം. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട്. ഇറ്റ് ഓൾമോസ്റ്റ് ടൈം ഫോർ ദ ബസ്. വി വോണ്ട് ബി ലേറ്റ് ഇഫ് വി സ്റ്റാർട്ട് ഏർലി. എന്താണ്? ബസ് ഏകദേശം വരാനുള്ള സമയമായി, അതുകൊണ്ട് നമുക്ക് പോവാമെന്നാണ് പറയുന്നത്. ഇനി ദ ടൈം വെൻ താൻവി സ്റ്റാർട്ടഡ് ഫ്രം ഹോം. ഹോമിൽ നിന്ന് പോകുന്ന സമയമാണ് ആ ക്ലോക്കിൽ കൊടുത്തിട്ടുള്ളത്. അത് എത്ര മണിയാണെന്ന് നമുക്കൊന്ന് നോക്കണം. ഇവിടെ നോക്കേണ്ടത് എന്താണ്? ഇവിടെ നോക്കൂ, ഈ ഷോർട്ട് ഹാൻഡ് അല്ലേ എന്ന് പറയുന്നത് 8ലാണ്. ഇനി ഇത് 12ലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം 8 ആണ് അല്ലേ. സമയം എന്ന് പറയുന്നത് 8 o'clock ആണ്. ഓക്കെ, 8 o'clock. ഇനി അടുത്തത് താഴേക്ക് പോകാം. അറ്റ് ഗ്രാൻഡ് മാസ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഗ്രാൻഡ്മയുടെ വീട്ടിലെത്തി. സി വാട്ട് ടൈം താൻവി റീച്ച്ഡ് ഗ്രാൻഡ് മാസ് ഹൗസ്. എപ്പോഴാണ് താൻവി ഗ്രാൻഡ്മയുടെ വീട്ടിലെത്തിയത്? ഇവിടെ സമയം നോക്കൂ കൂട്ടുകാരെ. ഇവിടെ എന്താണ്? ഇവിടെ ഷോർട്ട് എന്ന് പറയുന്നത് 9ൻ്റെയും 10ൻ്റെയും ഇടയിലാണ്. അപ്പോൾ എന്താണ്? അവിടെ 9 ആണ് അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 9 എന്ന് കൊടുക്കുക. ഇനി മിനിറ്റ്സ് നോക്കാം. ഇത് 6ലാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 30 ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ വി ക്യാൻ ഓൾസോ സേ 9:30. ഓക്കെ, 9ൻ്റെ കൂടെ 9:30 കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, 9:30 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഹായ് ഗ്രാൻഡ്മ. ഇവരെന്താണ്? സന്തോഷത്തിൽ ഗ്രാൻഡ്മയെ വിളിക്കുകയാണല്ലേ. ഇനി നോക്കാം താഴേക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. മാച്ച് ദ ക്ലോക്ക് ആൻഡ് ദ ടൈം. ഇവിടെ കുറച്ച് ടൈമും ക്ലോക്കും തന്നിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് നമുക്ക് നോക്കൂ. ഇവിടെ ഷോർട്ട് ഹാൻഡ് 7ലാണ്. അപ്പോൾ 7 ഇതെന്താണ്? 12ലാണ്. അപ്പോൾ 7 o'clock ആണ്. ഓക്കെ, 7 ഇങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ 7 o'clock എന്നും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതാണ് കൂട്ടുകാരെ 7 o'clock ഉള്ളത്? ഈ സി ആണല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ 10ലാണ് ഷോർട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ 10, ഇവിടെ 12ലാണ്, അഥവാ 10 o'clock ആണ്. 10 o'clock. അപ്പോൾ ഇതിൽ ഏതാണ് 10 o'clock ഉള്ളത്? 10 o'clock ഉള്ളത് ഇതാണല്ലേ. ഏതാണ്? ഇതാണ്. ഡി ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ ഡി എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നോക്കൂ. അടുത്തതുള്ളത് ഇതാണ്, മൂന്നാമത്തേതാണ്. ഇവിടെ 3ലാണ് ഉള്ളത്, അഥവാ 3 ആണ്. ഇത് 12ലാണ്. അപ്പോൾ ഇത് 3 o'clock ആണ്. അപ്പോൾ ഇവിടെ 3 o'clock ഉള്ളത് എ ആണ്. അപ്പോൾ മൂന്നാമത്തേൻ്റെ ഉത്തരം എ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ 5ലാണുള്ളത്. 5ഉം പിന്നെ 12ലാണ്, അഥവാ 5 o'clock ആണ്. 5 o'clock ഏതാണ്? ഇ ആണ്. അതാണ് 4th ആൻസർ എന്ന് പറയുന്നത്. ഇനി അവസാനത്തേത് ഇത് 11 ആണ്. ഇത് 12 ആണ്, അഥവാ 11 o'clock ആണ്. 11 o'clock ഏതാണ്? ബി ആണ്. അപ്പോൾ ബി ആണ് 5th ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് താഴേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇവിടെ എന്താണ്? അറ്റ് 11. ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ളത് കംപ്ലീറ്റ് ദ ടേബിൾ എന്ന വർക്കാണ്. ഇതിൽ അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, ടൈം, ഇത് മൂന്നും നമ്മളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് 1 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് 11ലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അറ്റ് 11. ഇവിടെയോ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 12ലാണ്. അപ്പോൾ അറ്റ് 12. സമയം എന്ന് പറയുന്നത് 11 o'clock ആണ്. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എവിടെയാണ്? ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് അറ്റ് 4ലാണ് അല്ലേ. അറ്റ് 4 ആണ്. അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് അറ്റ് 12 ആണ്. ടൈം എത്രയാണ്? 4 o'clock ആണ്. നെക്സ്റ്റ് വന്ന് നോക്കൂ. ഇവിടെ എത്രയാണ്? അറ്റ് 4ലാണ് അവർ ഹാൻഡ് ഉള്ളത്. അപ്പോൾ അറ്റ് 4 എന്ന് കൊടുക്കാം. ഇനി മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? അറ്റ് 6 ആണല്ലേ. അറ്റ് 6. ടൈം എത്രയാണ്? 4:30 ആണ്. നെക്സ്റ്റ് വന്ന് നോക്കൂ. ഇവിടെ ഇത് എത്രയിലാണ്? 3ലാണുള്ളത് അല്ലേ. അപ്പോൾ അവർ ഹാൻഡ് എന്ന് പറയുന്നത് അറ്റ് 3 ആണ്. അതുപോലെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് അറ്റ് 6 ആണ്.
സമയം എന്ന് പറയുന്നത് 3:30 ആണ്. ഓക്കെ, മനസ്സിലായല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് താഴെയുള്ളത് നോക്കാം. ഇവിടെ ലുക്ക് അറ്റ് ദ ടൈം ആൻഡ് ഡ്രോ ദ ഹാൻഡ്സ് എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ടൈം കൊടുത്തിട്ടുണ്ട്, ഹാൻഡ്സ് നമ്മളെടുത്ത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ 6 o'clock ആണ്. അപ്പോൾ അവർ ഹാൻഡ് എന്ന് പറയുന്നത് 6-ലായിരിക്കണം. അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 12-ലായിരിക്കണം. അത് ബിഗ് ആയിരിക്കണം. ഇനി അടുത്തത് 5:30 ആണ്. അപ്പോൾ എവിടെയായിരിക്കണം? 5-ൻ്റെയും 6-ൻ്റെയും ഇടയിലായിരിക്കണം അവർ ഹാൻഡ് വരുന്നത്. അതുപോലെ 30 ആണ്. 30 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മുടെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 6-ലും വരണം. അപ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഒരേ ഇതിലായിരിക്കും, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്തത് നോക്കുക, 8 o'clock ആണ്. 8 o'clock എന്ന് പറയുന്നത് അവർ ആൻഡ് ചെറുത് 8-ലേക്കായിരിക്കണം. അതുപോലെ തന്നെ ബിഗ് പറയുന്നത് 12-ലേക്കായിരിക്കണം. അടുത്തത് 1:30 ആണ്. അപ്പോൾ എവിടെ ആയിരിക്കണം? നമ്മുടെ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലായിരിക്കണം നമ്മുടെ അവർ ആൻഡ് വരുന്നത്. 30 ആണ്, അഥവാ 6 ആണ്. അപ്പോൾ എത്രയിലായിരിക്കണം? 6-ലേക്കായിരിക്കണം ബിഗ് ഹാൻഡ്, ലോങ് ഹാൻഡ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ അറ്റ് ദ പാർക്ക്, താൻവി ഈസ് നൗ അറ്റ് ദ പാർക്ക്. താൻവി ഇപ്പോൾ എവിടെയാണ്? പാർക്കിലാണുള്ളത്. വാട്ട്സ് ദ ടൈം? ഇപ്പോൾ എത്രയാണ് സമയം? ഇവിടെ നോക്കൂ, ക്ലോക്കിൽ നോക്കൂ, എത്രയാണ് സമയം എന്ന് പറയുന്നത്. ഇവിടെ അവർ ആൻഡ് അല്ലേ, അവർ ആൻഡ് എന്ന് പറയുന്നത് 4-ലാണ്. അപ്പോൾ 4 hours ആണ്. ഇനി മിനിറ്റ് എന്ന് പറയുന്നത് 6-ലാണ്. അപ്പോൾ 30 minutes ആണ്. അപ്പോൾ 4:30 ആണ് ഇപ്പോൾ അവർ പാർക്കിലുള്ള സമയം എന്ന് പറയുന്നത്. ഇനി ദ ക്ലോക്ക് ഷോസ് ദ ടൈം താൻവി ലെഫ്റ്റ് ദ പാർക്ക്. എപ്പോഴാണ് താൻവി പാർക്കിൽ നിന്ന് പോയത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ക്ലോക്കിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് സമയമാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ അവർ ഹാൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ, 6-ലാണ്. അപ്പോൾ 6 ആണ്. ഇനി ഇവിടെ ഇതോ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 3-ലാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് 5, ഇങ്ങോട്ട് 5, ഇങ്ങോട്ട് 5. അപ്പോൾ എത്രയായി? 5 + 5 10, 10 + 5 15. ഇതെന്ന് പറയുന്നത് 15 എന്നതാണ്. അഥവാ 6-ഉം 15-ഉമാണ് സമയം എന്ന് പറയുന്നത്. എത്രയാണ്? ദ ഹവർ ആൻഡ് ഈസ് പാസ്റ്റ് 6 ആൻഡ് ദ മിനിറ്റ് ഈസ് 3. 3 എന്ന് പറയുന്നത് 15. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈം ഈസ് 15 past 6. ഓക്കെ, അപ്പോൾ 6-ൽ നിന്നും 15 പാസ്, 6-ഉം 15-ഉം കൂടെ പാസ് ചെയ്തു. അഥവാ 6:50 എന്നതാണ് സമയം. വി ക്യാൻ ഓൾസോ സേ 1/4 past 6. ഓക്കെ, ഇത് നമ്മൾ എന്ത് പറയും? 1/4 past 6 എന്നും പറയാറുണ്ട്. ഓക്കെ, എന്താ പറയാറ്? ക്വാർട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഫാണ് ഇതെന്ന് പറയുന്നത്. 15 എന്ന് പറയുന്നത് ക്വാർട്ടറാണ്. അപ്പോൾ 1/4 past 6 എന്നാണ് പറയാറ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നേരത്തെ ഹാഫ് പഠിച്ചു. ഹാഫ് എന്ന് പറയുന്നത് 30 ആണ്. അതുപോലെ തന്നെ ക്വാർട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ടൈം താൻവി റിട്ടേൺ ടു ഗ്രാൻഡ്മാസ് ഫ്രം ദ പാർക്ക്. എന്താണ്? താൻവി ഗ്രാൻഡ്മയോടൊപ്പം പാർക്കിൽ നിന്നും പോയ സമയമാണ് അവിടെ തന്നിട്ടുള്ളത്. എപ്പോഴാണ് സമയം എന്ന് നമുക്ക് ആദ്യം നോക്കാം. എത്രയാണ്? ഇവിടെ 7 ആണല്ലേ, 7 ആണ്. അതുപോലെ ഇതുള്ളത് 9-ലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുവരെ എത്തുമ്പോൾ എത്രയാണ്? 13 ആണല്ലേ. പിന്നെ അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? ഇവിടുത്തെ 5, ഈ ഒരു 5, ഈ ഒരു 5, അഥവാ 3 5-ഉം കൂടെ കൂട്ടണം. അപ്പോൾ 30 + 15 എന്ന് പറയുന്നത് 45. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ സമയം എന്ന് പറയുന്നത് 45 ആണ്. അഥവാ 7:45 എന്നതാണ് ടൈമായിട്ട് വരുന്നത്. ദ ഹവർ ആൻഡ് ഈസ് ദ 6 ആൻഡ് നിയർ ദ 7 അല്ലേ. 6-നും 7-നും നിയർ ആണ്. അഥവാ സമയം എന്ന് പറയുന്നത് 7 തന്നെയാണ്. സോറി, 6-നും 7 ആണല്ലേ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 7 അല്ല, 6 ആണ് കേട്ടോ, 6 ആണ്. ഇനി മിനിറ്റ് ഹാൻഡ് ഈസ് 9. വാട്ട് ഈസ് ദ ടൈം? 45 past 6 ആണ്. അഥവാ ഓൾസോ സേ 1/4 ഇവിടെ എന്താണ്? 7-ലേക്കുള്ള ക്വാർട്ടർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? 6:45 എന്നാണ് പറയാറ്, 6:45. അപ്പോൾ 1/4 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി താഴെയുള്ളത് നോക്കാം. ഡ്രോ ദ ഹാൻഡ്സ് ഓൺ ദ ക്ലോക്ക് ആൻഡ് റൈറ്റ് ദ ടൈംസ് ബിലോ. ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വരച്ചു നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 10:30 ആണല്ലേ. അപ്പോൾ എവിടെയായിരിക്കണം ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്, അഥവാ ഹവർ ഹാൻഡ് എന്ന് പറയുന്നത്
10-ലായിരിക്കണം അല്ലേ. 10-ൻ്റെയും നിയർ ദ 11 ഇങ്ങനെ ആയിരിക്കും. ഇനി 30 എന്ന് പറയുന്നത് എത്രയാണ്? 6-ലേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. അടുത്തത് നോക്കൂ, 10:45 ആണ് അല്ലേ. 10:45 ആണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഇത് 10-ൻ്റെയും 11-ൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ അവർ ഹാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 45 എന്ന് പറയുന്നത് 9 ആണ്, അവിടേക്കായിരിക്കും ലോങ് ഹാൻഡ് വരേണ്ടത്. ഇനി അടുത്തത് 11:15 ആണ്, അഥവാ 11:15 ആണ്. അതെങ്ങനെയായിരിക്കും? 11-ൻ്റെയും നമ്മുടെ 12-ൻ്റെയും അടുത്തായിട്ടാണ് നമ്മുടെ ഹവർ ഹാൻഡ് വരേണ്ടത്. 15 എന്ന് പറയുമ്പോൾ 3 ആണ്, അപ്പോൾ നമ്മൾ 3-ലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരേണ്ടത്, ഇതിൻ്റെ ഹാൻഡ്സ് വരേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അടുത്തത് നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വരച്ച് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 11:45 ആണല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് 11-ൻ്റെയും 12-ൻ്റെയും നിയർ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. 45 എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ, 9-ലേക്കാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ബിഗ് ഹാൻഡ് വരുന്നത്, ലോങ് ഹാൻഡ് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും? ക്വാർട്ടർ നമുക്ക് എഴുതാം, quarter to 12 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, 12:15 ആണ്. അപ്പോൾ എവിടെയാണ്? 12-ൻ്റെയും 1-ൻ്റെയും നിയർ ആയിട്ടായിരിക്കും ഷോർട്ട് ഹാൻഡ് വരുന്നത്. ബിഗ് എന്ന് പറയുന്നത് ലോങ് ഹാൻഡ് 3-ലേക്ക് വരും. ഇവിടെ സമയം എത്രയാണ്? quarter past 12 ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തതെന്ന് പറയുന്നത് അടുത്തത് എത്രയാണ്? 12:30 ആണല്ലേ. അപ്പോൾ ഷോർട്ട് ഹാൻഡ് 12-ലേക്കും ബിഗ് ഹാൻഡ് എന്ന് പറയുന്നത് 6-ലേക്കും വരും. 12:30 എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വണ് quarter to 12 ആണ്, quarter past 12 ആണ് സെക്കൻഡ് വണ്, തേർഡ് വണ് 12:30. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോവാം. മൈ സ്കൂൾ, താൻവി വെൻറ്റ് ടു ദ സ്കൂൾ ദ നെക്സ്റ്റ് ഡേ, ടൈം നൗ. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ടൈം തന്നിട്ടുള്ളത്? ടൈം എന്ന് പറയുന്നത് 9:13 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് സമയം? 9:13. ഇവിടെ എവിടെയാണ്? ഡിജിറ്റൽ ക്ലോക്കിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഡ്രോ ദ ഹാൻഡ്സ് ഇൻ ദ ക്ലോക്ക് ടു ഷോ ദിസ് ടൈം. ഈ ടൈം നമുക്ക് എന്ത് ചെയ്യണം? ഇതിലൊന്ന് വരയ്ക്കണം. അപ്പോൾ എവിടെയാണ്? ഷോർട്ട് ഹാൻഡ് 9-നും 10-നും നിയർ ആയിട്ട് വരും. അതുപോലെ തന്നെ 30 എന്ന് പറയുമ്പോൾ 6-ലേക്ക് ബിഗ് ഹാൻഡും വരും. അങ്ങനെ 9:30 ആവും. The class started half an hour after school താൻവി reached. അപ്പോൾ താൻവി എത്തിയത് ഈ സമയത്താണല്ലേ. ഇതിൻ്റെ കൂടെ ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു 30 കൂടെ കൂട്ടിയാൽ ആ സമയത്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്രയാവും? 6 ആയിട്ട് മാറും. 6 എന്ന് പറയുമ്പോൾ ഈ 9 10 എന്നായിട്ട് മാറും. അപ്പോൾ സമയം എന്ന് പറയുന്നത് 10 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. 10 o'clock. ഓക്കെ, ഇനി റൈറ്റ് ദ ടൈം ആസ് ഷോൺ ബൈ എ ഡിജിറ്റൽ ക്ലോക്ക്. ഇത് എങ്ങനെയാണ് ഡിജിറ്റലാക്കിയിട്ട് എഴുതുക? നമ്മൾ 10 o'clock എന്നുള്ളത് ഇങ്ങനെയാണ്, 10-ഉം 2 0-യും കൊടുത്താലാണ് ഡിജിറ്റലായിട്ട് എഴുതാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഡ്രോ ദ ഹാൻഡ്സ് ദ ക്ലോക്ക് ടു ഷോ ദ ടൈം 15 minutes ആഫ്റ്റർ ദ ക്ലാസ് സ്റ്റാർട്ടഡ്. എന്താണ്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 15 minutes കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിതിൽ വരക്കാൻ വേണ്ടി സാധിക്കുക? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് 10 o'clock ആണല്ലേ. അതിൻ്റെ 15 minutes എന്ന് പറയുമ്പോൾ 10:15 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 10-ൻ്റെയും 11-ൻ്റെയും തൊട്ടടുത്തായിട്ട് ഷോർട്ട് ഹാൻഡ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഷോർട്ട് ഹാൻഡ് വരക്കാം. 15 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും 10:15 എന്ന് പറയുന്നത്. ഇതാണ് ആഫ്റ്റർ 15 minutes ഓഫ് ദ ക്ലാസ്. ഇനി താഴേക്ക് നോക്കാം. ആദിത്യ L1 സീ ദ ന്യൂസ്, താൻവി റീച്ച് ദ ന്യൂസ് പേപ്പർ. എന്താണ്? താൻവി ഒരു ന്യൂസ് കാണുകയാണ്. ആദിത്യ L1 ഇസ് ദ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച്ഡ് ബൈ ISRO ടു സ്റ്റഡി ദ സൺ. സണ്ണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ISRO അയച്ചിട്ടുള്ള ഒരു ഇതാണ് എന്ത് പറയുന്നത്? സ്പേസ് ക്രാഫ്റ്റ് ആണ് ആദിത്യ 11 എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 2 September 2023 സെപ്റ്റംബർ 2 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മാർക്ക് ദിസ് ഡേ ഓൺ ദ കലണ്ടർ. ഇത് എവിടെയാണ് ഈ കലണ്ടറിൽ മാർക്ക് ചെയ്യേണ്ടത്? September 2 എന്ന് പറയുന്നത് എവിടെയാണ് കൂട്ടുകാരെ? ഇതാണ്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ, ഇതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, September 2 എന്ന് പറയുന്നത് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഹൗ മെനി ഡേയ്സ് ആർ ദർ ഫ്രം ദ സെപ്റ്റംബർ 5 ടു സെപ്റ്റംബർ 23? 5-ൽ നിന്ന് 23-ലേക്ക് എത്ര ദിവസമുണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പോൾ 5 എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. അപ്പോൾ അടുത്തത് മുതൽ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പോൾ എത്ര ദിവസമുണ്ട്? 18 ഡേയ്സ് ആണുള്ളത്. എത്രയാണ്? 18 ഡേയ്സ്. 18 ഡേയ്സ് എന്നവിടെ എഴുതി കൊടുക്കുക. ഇനി എസ്റ്റർഡേ, ടുഡേ, ടുമോറോ, ഇന്ന്, നാളെ, മറ്റന്നാൾ. ഓക്കെ, ടുഡേയ്സ് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഇന്നത്തെ ഏതാണോ ഡേറ്റ്, നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്ന ഡേറ്റ് ഏതാണോ അതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അതുപോലെ ഏത് മന്താണ്, ഏത് വീക്കാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് കൂട്ടുകാർ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ നാളെ ഏതായിരുന്നു? വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദിസ് മന്ത്? ഈ മാസത്തിലെ ആദ്യത്തെ ദിവസം ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടുകാർ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കലണ്ടർ നോക്കി ഏത് ദിവസമാണോ ക്ലാസ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി ബർത്ത്ഡേ എന്താണ്? നിങ്ങളുടെ ബർത്ത്ഡേ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരു ചാർട്ട് പേപ്പറിൽ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ഇൻ വിച്ച് മന്ത് ഡസ് ദ ഇയർ സ്റ്റാർട്ട്? എന്താണ്? വർഷം ആരംഭിക്കുന്ന മാസം ഏതാണ്? ഏത് മാസത്തിലാണ് ഒരു വർഷം ആരംഭിക്കുന്നത്? ജാനുവരി ആണല്ലേ. ഏത് മാസമാണ്? ജാനുവരി. അപ്പോൾ അവിടെ ജാനുവരി എന്ന് എഴുതുക. ഇനി വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ഫസ്റ്റ് ഓഫ് ജാനുവരി ദിസ് ഇയർ? ഈ വർഷത്തിലെ ജാനുവരി ഏത് ദിവസമായിരുന്നു? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 2024 കലണ്ടർ എടുത്തിട്ട് ജാനുവരി ചെക്ക് ചെയ്യുക. അതിൽ ഏത് ദിവസമാണ് ജനുവരി 1 എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി ജനുവരി 31 ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് എഴുതി കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ദ ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. സൺഡേ, മൺഡേ, പിന്നെ ഏതാണ്? സൺഡേ, മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേ, വെനസ്ഡേ, കഴിഞ്ഞാൽ തേഴ്സ്ഡേ, ദെൻ ഫ്രൈഡേ, ദെൻ സാറ്റർഡേ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് 7 ഡേയ്സ് എന്ന് പറയുന്നത്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ വീക്ക് ഈസ് ഓഗസ്റ്റ് 15 ദിസ് ഇയർ? ഈ വർഷത്തിലെ ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? അതുപോലെ തന്നെ ഡിസംബർ 22 ഈസ് ദ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ, മാർക്ക് ഇറ്റ് ഓൺ ദ കലണ്ടർ. അതുപോലെ ഡിസംബർ 22 എന്ന് പറയുന്നത് എവിടെയാണെന്ന് അടയാളപ്പെടുത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ മന്ത്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. മന്ത്സ് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് മന്ത് ഏതാണ്? ജാനുവരി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ജാനുവരി. സെക്കൻഡ് മന്ത് എന്ന് പറയുന്നത് ഫെബ്രുവരി. ഓക്കെ, ഫെബ്രുവരി. ദെൻ മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ. ദെൻ മെയ്. ദെൻ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, then November, December. ഓക്കെ, ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡർ ആയിട്ട് എഴുതേണ്ടത്. ഇനി ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ അസസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അസസ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. ഇവിടെ നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ഓൺ ഈച്ച് ക്ലോക്ക് ടു ഷോ ദ ടൈം ഗിവൺ ബിലോ ഈച്ച് പിക്ചർ. ഈ ഓരോ പിക്ചറിലെയും ടൈം കറക്റ്റായിട്ട് വരയ്ക്കാനാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 o'clock ആണ്. 1 o'clock എന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് 1ലേക്കായിരിക്കും. ബിഗ് ഹാൻഡ് എന്ന് പറയുന്നത് 12ലേക്കായിരിക്കും. ഇനി അടുത്തത് 9:45 ആണ്. അപ്പോൾ 9ൻ്റെയും 10ൻ്റെയും നിയർ ആയിരിക്കും നമ്മുടെ ഷോർട്ട് ഹാൻഡ് വരുന്നത്. ബിഗ് ഹാൻഡ് വരുന്നത് 9ലേക്കായിരിക്കും. ഇനി അടുത്ത് 2:30 ആണ്. അപ്പോൾ 2ൻ്റെയും 3യുടെയും നിയർ ആയിട്ടായിരിക്കും ഷോർട്ട് ഹാൻഡ് വരുന്നത്. 30 എന്ന് പറയുന്നത് 6ലേക്കാണ് ബിഗ് ഹാൻഡ് വരുന്നത്. ഇനി 9:50 ആണ്. അപ്പോൾ 9ൻ്റെയും 10ൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? നിയർ ആയിട്ട് ഷോർട്ട് ഹാൻഡ് വരയ്ക്കണം. ഈ 3ലേക്ക് ബിഗ് ഹാൻഡും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്.
ഇനി അടുത്തത് ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് ദ ഡേയ്സ് ഇൻ ഈച്ച് മന്ത് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡേയ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ മന്ത്സ് വിത്ത് ഓൺലി 30 ഡേയ്സ്. 30 ദിവസം മാത്രമുള്ള മന്ത്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ മന്ത്സിലാണ് 30 ദിവസം മാത്രമുള്ളത്? നമുക്ക് എഴുതി നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് ഏപ്രിൽ, ഓക്കെ, ഏപ്രിൽ. പിന്നെ ഏതൊക്കെയാണ് ഏപ്രിൽ? പിന്നെ എന്താണ്, നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കലണ്ടർ നോക്കിയിട്ടും എഴുതാവുന്നതാണ്. ഓക്കെ, ഏപ്രിൽ, അത് കഴിഞ്ഞാൽ ജൂണ്, സെപ്റ്റംബർ, ദെൻ നവംബർ. ഓക്കെ, ഇനി 31 ഉള്ളത് ഒന്ന് ജാനുവരി, അതുപോലെ മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ദെൻ ഒക്ടോബർ. ഇതൊക്കെ 31 ഡേയ്സ്, 31 ദിവസങ്ങളാണ് ഉള്ളത്. ഇനി താഴേക്ക് നോക്കാം. കലണ്ടർ, ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വിച്ച് ഇയേഴ്സ് കലണ്ടർ ഈസ് ദിസ്? ഇത് ഏത് വർഷത്തെ കലണ്ടറാണ്? ഏത് വർഷത്തെ കലണ്ടറാണ് കൂട്ടുകാരെ ഇത്? ഓക്കെ, ഇത് ഏത് വർഷത്തെയാണ്? 2025 ആണല്ലേ. അപ്പോൾ ഇവിടെ എഴുതുക 2025 കലണ്ടറാണ്. ദെൻ വിച്ച് ഈസ് ദിസ് മന്ത്? ഇത് ഏത് മന്താണ്? ജാനുവരി. ഇത് ജാനുവരിയിലെ കലണ്ടറാണ്. ദെൻ ഹൗ മെനി ഡേയ്സ് ഡസ് ഇൻ മന്ത്? ഇത് എത്ര ദിവസമുണ്ട്? 31. അപ്പോൾ ഇവിടെ 31 എന്ന് എഴുതി കൊടുക്കുക. വാട്ട് ഈസ് ദ മന്ത് ബിഫോർ ഇറ്റ്? ഇതിൻ്റെ മുന്നേ ഉള്ള മാസം ഏതാണ്? ഡിസംബർ ആണ്. ഇതിൻ്റെ മുന്നേ ഉള്ളത് ഡിസംബർ. ദെൻ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദാറ്റ് മന്ത്? എന്താണ്? ആ മാസത്തെ അവസാനത്തെ ദിവസം ഏതാണ്? ഡിസംബറിലെ അവസാനത്തെ ദിവസം ഏതാണ്? അപ്പോൾ ഇവിടെ ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് വെനസ്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏതായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. അപ്പോൾ ഏതാണ് ഡേ? ട്യൂസ്ഡേ. ഇവിടെ എഴുതി കൊടുക്കുക ട്യൂസ്ഡേ. ഓക്കെ, ദെൻ വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്? ഈ മാസത്തെ ആദ്യത്തെ ദിവസം ഏതാണ്? ഏതു ദിവസമാണ്? വെനസ്ഡേ ആണ്. അപ്പോൾ ഇവിടെ വെനസ്ഡേ എന്ന് എഴുതുക, വെനസ്ഡേ. ദെൻ വാട്ട് ആർ ദ ഡേയ്സ് ഓഫ് ദിസ് മന്ത് വിച്ച് ആർ സൺഡേയ്സ്? ഏതൊക്കെയാണ് ഇതിൽ സൺഡേയ്സ് എന്ന് പറയുന്നത്? ഒന്ന് 5, 12, 19, 26. ഇതൊക്കെ എന്താണ്? ഈ ദിവസങ്ങളൊക്കെ സൺഡേയ്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഡേ ഓഫ് ദ വീക്ക് ആർ 1, 18, 15, 22, 29? ഇതൊക്കെ ഏതാണ്? വെനസ്ഡേയ്സ് ആണ്. ഓക്കെ, ആ ദിവസം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ വെനസ്ഡേ ആണ്. അപ്പോൾ ഇവിടെ വെനസ്ഡേ എന്ന് വീണ്ടും എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് മന്ത്? നെക്സ്റ്റ് മന്ത് ഏതാണ്? ഫെബ്രുവരി. അടുത്ത മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി ആണ്. ദെൻ വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത്? അടുത്ത വർഷത്തെ ഫസ്റ്റ് ദിവസം ഏതായിരിക്കും? ഇവിടെ അവസാനിക്കുന്നത് ഏത് ദിവസമാണ്? അടുത്ത മാസം ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫ്രൈഡേയിലാണ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? സാറ്റർഡേ ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ. ഓക്കെ, ഇനി ഇഫ് ദ ഡേ ആഫ്റ്റർ ടുമോറോ ഈസ് എ സാറ്റർഡേ, വിച്ച് ഡേ ഓഫ് ദ വീക്ക് വാസ് എസ്റ്റർഡേ? എന്താണ് ചോദിക്കുന്നത്? മറ്റന്നാൾ എന്ന് പറയുന്നത് സാറ്റർഡേ ആണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരുന്നു? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇത് മറ്റന്നാൾ. ഓക്കെ, ഇത് ഏതാണ്? ഇത് മറ്റന്നാൾ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. ഇത് സാറ്റർഡേ ആണ്. ഓക്കെ, അപ്പോൾ മറ്റന്നാളിൻ്റെ മുന്നേ എന്തുണ്ടാവും? നാളെ, മറ്റന്നാൾ അല്ലേ. അപ്പോൾ നാളെ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഉണ്ടാവും. അതേതാണ്? ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം ഇവിടെ ഉണ്ട്. ഇത് ടുഡേ ആണ്. ടുഡേ ഏതായിരിക്കും? ഇത് ഫ്രൈഡേ ആണെങ്കിൽ ഇത് തേഴ്സ്ഡേ ആയിരിക്കും. അപ്പോൾ ഇത് ഏതാണ്? ടുമോറോ എന്ന് പറയുന്നത് ഇന്നതാണ് അല്ലേ. ഇത് ടുഡേ, ഇത് ഇന്നലെ അല്ല, ഇത് നാളെ, ഇത് മറ്റന്നാൾ. അപ്പോൾ ഇന്നലെ എന്ന് പറയുന്നത് വീണ്ടും കഴിഞ്ഞു പോയതാണല്ലേ. അപ്പോൾ ഇത് ഏതായിരിക്കും? ഇത് തേഴ്സ്ഡേ ആണെങ്കിൽ ഇത് പറയുന്നത് വെനസ്ഡേ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വെനസ്ഡേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? നമ്മൾ ഒരു ദിവസം എഴുതുക. ഇതാണ് സാറ്റർഡേ എന്ന് പറയുന്നത്. ഇത് ഡേ ആഫ്റ്റർ ടുമോറോ ആണ്. അപ്പോൾ ആദ്യം ടുമോറോ കണ്ടുപിടിക്കണം. ഇതാണ് ടുമോറോ എന്ന് പറയുന്നത്. ടുമോറോ ഫ്രൈഡേ. അപ്പോൾ ടുഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ.
അപ്പോൾ ഡേ ആഫ്റ്റർ അല്ലേ, അതിന് മുന്നത്തെ ദിവസം എന്ന് പറയുന്നത് എസ്റ്റർഡേ എന്ന് പറയുന്നത് വെനസ്ഡേ. ഇനി ഇത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇവിടെ മാർക്ക് അവർ റിപ്പബ്ലിക് ഡേ ഓൺ ദ കലണ്ടർ. റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് 25th ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. 25th എവിടെയാണ് കൂട്ടുകാരെ? 25th ആണ് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ആഡ് ഇൻ അഗെയിൻ ആൻഡ് അഗെയിൻ എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.